പ്രിയമുള്ളവരെ, ജീവിക്കുന്ന ദൈവം തൻ്റെ വചനമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരിക, സകലത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന വചനത്തിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് കടന്നു വരുന്ന സമയമാണ്. അതിനാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് വലിയ ജാഗ്രതയോടെ നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന സമയമാണ്. ഇന്ന് ദൈവം നമുക്ക് വേണ്ടി പറഞ്ഞു വിട്ടിരിക്കുന്നത് ഫാദർ അലോഷ്യസ് കുളങ്ങര എന്ന വൈദികനെയാണ്. അച്ഛന് ഇപ്പോൾ കാലിക്കറ്റ് സെൻറ്റ് ജോസഫ് ചർച്ചിൽ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അതുപോലെ ഈ ദേശങ്ങളിലും വിദേശ രാജ്യങ്ങളിലും അനേക സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഡോക്ടറേറ്റ് ചെയ്തിരിക്കുന്നത് കരിസ്മാറ്റിക് റിന്യൂവൽ എന്ന വിഷയത്തിലാണ് ഡോക്ടറേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ പ്രത്യേകമായിട്ട് പഠിച്ചിരിക്കുന്നത് ഹീലിങ്ങിനെ കുറിച്ചും ഡെലിവറൻസിനെ കുറിച്ചുമാണ് അച്ഛൻ പഠിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ശുശ്രൂഷകൾ ഈ കാലഘട്ടങ്ങളിൽ അനേക ദൈവജനത്തിനെ വിടുതലേക്ക് നയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പറഞ്ഞയച്ചിരിക്കുക. നമുക്ക് വലിയ സന്തോഷത്തോടെ ഇരുകരങ്ങൾ ശക്തമായിട്ടടിച്ച് വലിയ സന്തോഷത്തോടെ ആദരവോടെ വചനവേദിയിലേക്ക് നമുക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാം. ഈശോയിൽ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലോകം മുഴുവനും ഈ ശുശ്രൂഷയിൽ പല മുക്കിലും മൂലയിലൊക്കെ ഓരോ കുടുംബങ്ങളിലിരുന്ന് ഈ വചന ശുശ്രൂഷയിൽ ഈ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാനിന്ന് ആഗ്രഹിക്കുന്നത് ഒരു സാക്ഷ്യത്തിലൂടെയാണ്. അത് ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് ഞാനന്ന് പെരിന്തൽമണ്ണ എന്ന സ്ഥലത്ത് അവിടെ ഒരു ലൂർദ് മാതാവിൻ്റെ ദേവാലയത്തിൽ വികാരിയും അവിടെ ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഷാലോം TV-യിൽ നിന്ന് ഒരു ടെലിഫോൺ വന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ ജാഗരണ പ്രാർത്ഥനയ്ക്ക് വചനം പ്രഘോഷിക്കാനായിട്ട് വരാൻ അച്ഛന് കഴിയുമോ? അപ്പം ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഒരു കുഞ്ഞു പള്ളിയിൽ കുഞ്ഞു ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഷാലോം TV ഇങ്ങനെ വളർന്ന് ശുശ്രൂഷകളിങ്ങനെ വളർന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് നമുക്കറിയാം ഈ ജാഗരണ പ്രാർത്ഥന. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ കാലിൻ്റെ അടിമുതൽ തല വരെ വിറയൽ അനുഭവപ്പെട്ടു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു, സഹോദര, ഞാൻ പിന്നെ വരാം, കുറച്ച് നാളുകൂടി കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ എന്നെ ആ വിളിച്ച ബ്രദർ പറഞ്ഞു, ഇല്ല അച്ഛാ, ഇത് ദൈവം തോന്നിപ്പിച്ചതാ, ഈശോ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതാണ്, അച്ഛൻ വന്ന് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കണമെന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. വലതുകര ഉയർത്തിപ്പിടിച്ച് പറഞ്ഞോ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തിക്കോ. അങ്ങനെ ഞാൻ ആ ബ്രദറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി 10 വർഷങ്ങൾക്ക് മുൻപ് ഒരു മെയ് മാസത്തിൽ ഇവിടെ ജാഗരണ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി വന്നു. ആ ദിവസങ്ങളിൽ ഞാൻ വളരെയധികം അസ്വസ്ഥനായിരുന്നു. അസ്വസ്ഥനാകാനുള്ള കാരണം ഇതാണ്. അന്ന് അഭിമന്യ പിതാവ് എന്നോട് പറഞ്ഞു, ഇതാ റോമിലേക്ക് പോകാനായിട്ടുള്ള വിസയ്ക്കുള്ള എല്ലാ പേപ്പറുകളും റെഡിയാണ്. അച്ഛൻ ഉടനെ തന്നെ ഡൽഹിയിലുള്ള നുൻഷിയോയുടെ ഓഫീസിൽ നിന്ന് നോൺ ഒബ്ജക്ഷൻ ലെറ്റർ വാങ്ങണം. അങ്ങനെ നോൺ ഒബ്ജക്ഷൻ ലെറ്ററിന് എൻ്റെ ഡോക്യുമെൻറ്റുകളെല്ലാം അയച്ചു. ഈ ജാഗരണ പ്രാർത്ഥനയുടെ 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് അവിടെ നിന്ന് റിപ്ലൈ വന്ന് നോട്ട് സെലക്റ്റഡ്, എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ്. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം റോമിലേക്ക് പോകുക, അവിടെ പഠിക്കാൻ പോകുക, നമ്മുടെ എല്ലാവരുടെയും വലിയ സ്വപ്നമാണ്. അപ്പം അതുകൊണ്ട് അത് റിജക്റ്റഡ് എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വളരെയധികം അസ്വസ്ഥനായി. അപ്പം അന്ന് 10 വർഷങ്ങൾക്ക് മുൻപ്
ഈ ജാഗരണ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കാനായിട്ട് വന്നത് ഉള്ളിൽ ഒത്തിരി ദുഃഖത്തോടെയാണ്, അല്ലെങ്കിൽ വിഷമത്തോടെയായിരുന്നു. ഇപ്പം എൻ്റെ കൂടെ അന്ന് കോഴിക്കോട് രൂപതയിലെ ഇപ്പോഴത്തെ വികാരി ജനറൽ മോൺസിഞ്ഞോർ തോമസ് പനക്കലും എൻ്റെ കൂടെ വന്നിരുന്നു. അപ്പം ഞങ്ങൾ വരുന്ന വഴി അച്ഛൻ പറയുന്നുണ്ട്, പേടിക്കേണ്ട, കർത്താവ് നിൻ്റെ കാര്യത്തിൽ ഇടപെട്ടുകൊള്ളും, നീ വിഷമിക്കേണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അന്ന് വചനപ്രഘോഷണം കഴിഞ്ഞു, ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തു. അതിനുശേഷം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ഈ പ്രാർത്ഥനകളൊക്കെ നയിച്ച ഈ ശുശ്രൂഷകരോട് ചേർന്ന് ഞങ്ങളെല്ലാവരും വട്ടത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് മോൺസിഞ്ഞോർ തോമസ് പനക്കൽ അവരോട് പറഞ്ഞു, നോക്ക്, അച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്ക്, അച്ഛൻ്റെ വിസയുടെ വലിയൊരു തടസ്സമുണ്ട്, അപ്പം അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ നിന്ന ആ സഹോദരങ്ങൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, കർത്താവായ യേശുവിൻ്റെ നാമത്താൽ വിസയുടെ മേലുള്ള തടസ്സങ്ങൾ ഈശോ എടുത്തു മാറ്റട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, തിന്മകൾ ബഹിഷ്കരിക്കപ്പെടട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, നമ്മുടെ കർത്താവ് വിടുതലിൻ്റെ കർത്താവാ, അത്ഭുതങ്ങളുടെ ദൈവമാ, അടയാളങ്ങളുടെ ദൈവമാ. അന്നത്തെ രാത്രിയിലെ ആ ശുശ്രൂഷ കഴിഞ്ഞ് ഏകദേശം 12 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഡൽഹിയിലെ നുൺഷ്യയുടെ ഓഫീസിൽ ഈ അച്ഛൻ്റെ, എൻ്റെ കൂടെ വന്ന മോൺസിഞ്ഞോർ തോമസ് പനക്കലിൻ്റെ ഒരു കൂട്ടുകാരൻ ഫോൺ ചെയ്യുകയാണ് രാത്രി 12 മണിക്ക്. വളരെ അപ്രതീക്ഷിതമായിട്ട്, ഒരിക്കലും വിളിക്കാത്ത ഒരാൾ വിളിച്ച് ഫോൺ ചെയ്ത് പറയുകയാണ്, അച്ഛാ സുഖമാണോ? ഞാൻ വെറുതെ വിളിച്ചതാ, ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ഡൽഹിയിലെ വത്തിക്കാൻ എംബസിയിലെ ആ നുൺഷ്യയുടെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഉടനെ മോൺസിഞ്ഞോർ പറഞ്ഞ്, നോക്കിക്കേ, ആ നുൺഷ്യയുടെ ഓഫീസിൽ നിന്ന് ഒരു നോൺ ഒബ്ജക്ഷൻ ലെറ്റർ വേണം. ഇവിടെ ഒരു അച്ഛന് അത് റിജക്റ്റഡ് ആയിരിക്കുകയാണ്, അച്ഛനൊന്ന് സഹായിക്കാമോ? എന്നോട് പറയുകയാണ്, അച്ഛാ പിറ്റേ ദിവസം തന്നെ കിട്ടുന്ന വാഹനത്തിൽ, ഫ്ലൈറ്റിലോ ട്രെയിനിലോ എങ്ങനെയെങ്കിലും അവിടെ എത്താൻ. ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ എൻ്റെ പള്ളിയിലേക്ക് പോകാതെ കോഴിക്കോട് നിന്ന് തന്നെ ഫ്ലൈറ്റ് എടുത്ത് ചെന്ന് അന്ന് വൈകുന്നേരം തന്നെ, ഈ ജാഗരണ പ്രാർത്ഥന കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം തന്നെ ആ നുൺഷ്യ ഓഫീസിൽ നിന്ന് എനിക്ക് നോൺ ഒബ്ജക്ഷൻ ലെറ്റർ കിട്ടി. എന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, ജാഗരണ പ്രാർത്ഥനയിലൂടെ അതിന് നേതൃത്വം കൊടുത്ത് പ്രാർത്ഥിച്ച പെട്ടെന്ന് തന്നെ കർത്താവ് ഉത്തരം നൽകി. ഇപ്പൊ ഈ ഒരു സാക്ഷ്യം പറഞ്ഞിട്ട് വേണം ഇന്ന് വചനം പ്രഘോഷിക്കാനെന്ന് കർത്താവ് എന്നെ പ്രേരിപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ വചനപ്രഘോഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ കർത്താവ് എന്നോട് വെളിപ്പെടുത്തി തന്നത്, അലോഷ്യസ് അച്ഛ, ഇന്ന് ഈ ലോകത്തുള്ള ഒരുപാട് അസ്വസ്ഥതകളെ ബന്ധിക്കാൻ, യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കാൻ, വിടുതൽ കൊടുക്കാൻ, അതിനുവേണ്ടി വചനം പ്രഘോഷിക്കാൻ, അതിനുവേണ്ടി ശുശ്രൂഷ ചെയ്യാൻ അച്ഛൻ പരിശ്രമിക്കണമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് വെളിപ്പെടുത്തി തരിക. അങ്ങനെ ഞാനിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഇന്ന് ഈ ലോകത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് തകർച്ചകൾ, ഏറ്റവും പ്രധാനം എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സാന്നിധ്യവും ഇന്ന് ലോകത്തിൽ ഒരുപാട് മനുഷ്യർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. വലിയ ബന്ധനമാണ് അവിടെ ഉള്ളത്. ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും അനുഭവിക്കാൻ പറ്റാത്ത ഒത്തിരി മനുഷ്യർ. ഇപ്പം ഞാനത് ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് വെളിപ്പെടുത്തി തന്ന കുറേ കാര്യങ്ങളാണ്. ഒന്ന്, കടുത്ത നിരാശ, അതുപോലെ തന്നെ സംശയരോഗങ്ങൾ. എന്തുകൊണ്ടിങ്ങനെ ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല? എന്തിന് നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത, കുടുംബങ്ങളിൽ എന്തുകൊണ്ട് തകർച്ച? അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴേ കർത്താവ് തന്ന മെസ്സേജാ, കടുത്ത നിരാശ, സംശയരോഗങ്ങൾ,
കോപം, ചില മാനസിക രോഗങ്ങൾ, നിരാശ, അതുപോലെ തന്നെ മദ്യം, മയക്കുമരുന്ന്, അപകർഷതാബോധം, അപകടകരമായ ആർദ്രത, നിയന്ത്രണം നഷ്ടപ്പെടുന്ന വികാരങ്ങൾ, ആത്മഹത്യകൾ, അപകടം പതിയിരിക്കുന്നിടത്തേക്കുള്ള എടുത്തുചാട്ടങ്ങൾ, വിവാഹബന്ധങ്ങളുടെ തകർച്ച, ദുർമരണങ്ങൾ, കൊലപാതകങ്ങൾ, മയക്കുമരുന്നുകൾ, ഇൻ്റർനെറ്റിനുള്ള അഡിക്ഷനുകൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, പ്രത്യേകിച്ച് ശരീരത്തിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. ഡോക്ടർ പറയും യാതൊരു കുഴപ്പവുമില്ല, എന്നിട്ടും കുഞ്ഞുങ്ങളെ ലഭിക്കുന്നില്ല. അപ്പം അതിനോടുള്ള ആ തടസ്സങ്ങൾ, യുദ്ധങ്ങൾ, തീവ്രവാദങ്ങൾ, ഭീകരവാദങ്ങൾ, അസഹിഷ്ണുത, മണ്ണിൽ വക്കൽവാദങ്ങൾ, സ്വാർത്ഥത, ദുർമോഹങ്ങൾ, അപ്പം ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കർത്താവ് ഇങ്ങനെ വെളിപ്പെടുത്തി തരിക. പ്രാർത്ഥനയില്ലായ്മ, വസ്തുതർക്കം, സ്ഥലക്കച്ചവടം, കടബാധ്യതകൾ, അങ്ങനെ നിരവധി പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൊണ്ടുവന്ന് വളർത്തിയെടുത്ത മക്കൾക്ക് ഇപ്പോൾ മാതാപിതാക്കളോട് അവരുടെ പെരുമാറ്റങ്ങൾ അഹങ്കാരത്തിൻ്റെ, അനുസരണയില്ലായ്മയുടെ, സ്വാർത്ഥതയുടെ, ഞാൻ എൻ്റെ സുഖം, ഞാൻ മാത്രം, അങ്ങനെ ഇങ്ങനെയുള്ളൊരു കൾച്ചറിന് അടിമപ്പെട്ടിരിക്കുന്ന ലോകത്ത് ഈ വക ബന്ധനങ്ങൾ മൂലം മനുഷ്യന് സ്വസ്ഥതയില്ല, സമാധാനമില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തെന്നാ? നല്ല വലിയ സന്തോഷം കിട്ടണം, സമാധാനം ഉണ്ടാകണം, ഐശ്വര്യം ഉണ്ടാകണം, സമ്പൽ സമൃദ്ധി ലഭിക്കണം, വിടുതൽ കിട്ടണം, തിന്മകൾ ബഹിഷ്കരിക്കപ്പെടണം, പാപങ്ങൾ വിട്ടുപോകണം. അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കുക. ക്രിസ്തുശാസ്ത്രം തന്നെ പഠിപ്പിക്കുന്നത്, എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനം 4:15, ക്രിസ്തുവിങ്കിലേക്ക് നാം എല്ലാവരും വളരണം. പ്രിയപ്പെട്ട മക്കളെ, ലോക ചരിത്രം മുഴുവൻ ക്രിസ്തുവിലേക്ക് വളരണം, മാനവകുലം മുഴുവൻ ക്രിസ്തുവിലേക്ക് വളരണം. അതാണ് നമ്മുടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ക്രിസ്തി ഫെദലി ലൈച്ചി അൽമായർക്ക് എഴുതിയ ഒരു ചാക്രിക ലേഖനമാണ്. ഇതിൽ പറയുക, പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ദുഃഖത്തിൽ കഴിയേണ്ടവരല്ല, ബന്ധനത്തിൽ കഴിയേണ്ടവരല്ല, നിരാശയിൽ കഴിയേണ്ടവരല്ല. എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് സന്തോഷത്തിലേക്കാണ്, വിടുതലിലേക്കാണ്, ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്കാണ്, എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് സ്തുതിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്കാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ എന്തുകൊണ്ട് അങ്ങനെ മനുഷ്യന് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് ആത്മീയ സ്വാതന്ത്ര്യമില്ല? എന്തുകൊണ്ട് നാം ഇങ്ങനെ ഈ ബന്ധനത്തിൽ കഴിയണം, ഈ അസ്വസ്ഥതയിൽ കഴിയണം? നമുക്കറിയാം, പഴയ നിയമം പഠിപ്പിക്കുകയാണ്, ഈ ബന്ധനങ്ങൾക്ക് കാരണം, ഈ തടസ്സങ്ങൾക്ക് കാരണം, ഈ തിന്മകൾക്ക് കാരണം നാം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. എന്ന് മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചുവോ, അന്ന് അവൻ്റെ മേൽ, അവളുടെ മേൽ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ അന്ധകാരം വ്യാപിച്ചു. ബന്ധനം ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, രോഗത്തിൻ്റെ, തടസ്സങ്ങളുടെ ബന്ധനങ്ങളിൽപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ മനുഷ്യൻ വിഷമിക്കുകയാണ്. ഏശയ്യാ 3:8 ഈ തകർച്ചകളെക്കുറിച്ച്, ഈ ഭയത്തെക്കുറിച്ച്, കാരണം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചപ്പോൾ നമ്മളിൽ നിന്ന് ദൈവസ്നേഹം നഷ്ടപ്പെട്ടു. ഈ ദൈവസ്നേഹം നഷ്ടപ്പെട്ടതോടെ എന്താ സംഭവിച്ചെന്നറിയോ? മനുഷ്യന് ഭയം വന്ന്, അസ്വസ്ഥത വന്ന്, അവൻ്റെ സന്തോഷം കെട്ടുപോയി. അവനിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കെട്ടുപോയി. ഈ അഭിഷേകം കെട്ടപ്പോൾ നമ്മൾ കൃപയില്ലാത്തവരായി, നമുക്ക് വരമില്ലാത്തവരായി, വരങ്ങളോടെ, കൃപകളോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇതാ യെശയ്യാ 3:8 പറയാണ്, ജെറുസലേമിൻ്റെ കാലിടറി. ഉണ്ടോ? നമ്മൾ താഴെ വീണു, യൂദയ നിബന്ധിച്ചു. എന്തെന്നാൽ അവർ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കർത്താവിനോട് മത്സരിച്ചു, അവിടുത്തെ മഹത്വപൂർണമായ സാന്നിധ്യത്തെ വെല്ലുവിളിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഭവനങ്ങളിലുള്ള എല്ലാവർക്കും വേണ്ടി പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാ ബന്ധനങ്ങളും വിട്ടുപോകാൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
മനുഷ്യൻ ദൈവത്തോട് മത്സരിച്ചു. അവിടുത്തെ മഹത്വപൂർണമായ സാന്നിധ്യത്തെ വെല്ലുവിളിച്ച നിമിത്തം ഇസ്രായേൽ ജനത്തിന്റെ കാലിടറി, മാനവകുലത്തിന്റെ കാലിടറി. നാം അന്ധകാരത്തിന് അടിമപ്പെട്ടു, നാം നിരാശയിൽ അടിമപ്പെട്ടു. ഇത് അടുത്ത വചനം പറയുകയാണ്, ഏശയ്യ 1:30. ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ കാലിടറിയപ്പോൾ, ദൈവം നമ്മളിൽ നിന്ന് വിട്ടുപോയപ്പോൾ, ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാത്തപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഇലകൊഴിഞ്ഞ കരുവേലക വൃക്ഷം പോലെയും വെള്ളമില്ലാത്ത പൂന്തോട്ടം പോലെയാണ്. കണ്ടോ, ഇങ്ങനെയാ ബന്ധനം വരുന്നത്. നാം ജീവിക്കുന്നുണ്ട്, കാറുണ്ട്, വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, എന്നിട്ടോ സമാധാനമില്ല, സന്തോഷമില്ല, ഐശ്വര്യമില്ല, സമ്പൽ സമൃദ്ധിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാ വചനം പറയുകയാണ്, നിങ്ങൾ ഇലകൊഴിഞ്ഞ കരുവേലക വൃക്ഷം പോലെ ഐശ്വര്യമില്ലാത്തവരാകിയ, കൃപയില്ലാത്തവരാകിയ, സന്തോഷമില്ലാത്തവരാകിയ. എന്തുണ്ടായിട്ടും വെട്ടിപ്പിടിച്ച് 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 ഈ ലോകത്ത് നേടാനായിട്ട് പലതും പരിശ്രമിച്ചിട്ടും എന്തു പറ്റി? വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ വീണ് കിടക്കുക, വെള്ളമില്ലാത്ത ഉദ്യാനം പോലെ, പൂന്തോട്ടം പോലെ കരിഞ്ഞുണങ്ങി വരണ്ടിരിക്കുക. ഇതുമൂലം എന്താ പറ്റുന്നതെന്നറിയാവോ? നാം ആഗ്രഹിക്കുന്ന സമാധാനം കിട്ടുന്നില്ല. മനുഷ്യൻ ആഗ്രഹിക്കുക അല്ലേ, സമാധാനത്തോടു കൂടി ജീവിക്കാൻ, ഐശ്വര്യത്തോടു കൂടി ജീവിക്കാൻ, സന്തോഷത്തോടു കൂടി ജീവിക്കാൻ, സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ. അപ്പം ഇതിന് തടസ്സങ്ങൾ നേരിടുക, ബന്ധനങ്ങൾ വരിക, ആഗ്രഹിക്കുന്ന സന്തോഷം കിട്ടുന്നില്ല, ആഗ്രഹിക്കുന്ന സമാധാനം കിട്ടുന്നില്ല. അപ്പം ഇതിനുള്ള ഉത്തരമാണ് പ്രിയപ്പെട്ടവരെ നാം ഇന്ന് തേടിക്കൊണ്ടിരിക്കുന്നത്. ആധുനിക കരിസ്മാറ്റിക് വചന പ്രഘോഷകര്, നമ്മുടെ വട്ടായി അച്ഛൻ, നമ്മുടെ കൊച്ചുമേത്യു അച്ഛൻ, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഈ കേരള സഭ ഇന്ന് അനുഗ്രഹീതരാണ്. ലോകം മുഴുവൻ വചനം പ്രഘോഷിക്കാനായിട്ട് കേരളത്തിൽ നിന്ന് അനേകം വചനപ്രഘോഷകർ കർത്താവായ യേശുവിൻ്റെ നാമത്താൽ തിന്മകളെ ശാസിച്ച്, തിന്മകളെ ബഹിഷ്കരിച്ച്, ബന്ധനങ്ങളെ ബഹിഷ്കരിച്ച്, സാത്താൻ്റെ കെട്ടുകളെ ബഹിഷ്കരിച്ചുകൊണ്ട് ലോകം മുഴുവൻ നമ്മുടെ കേരള സഭയിൽ നിന്ന് അനേകം വചനപ്രഘോഷകർ. ഈ വചനപ്രഘോഷകരുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവർ പറയും ഈ ബന്ധനങ്ങൾക്കൊക്കെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ പാപത്തിൻ്റെ ബന്ധനമാണ്, നമ്മുടെ മേൽ പതിച്ച ശാപത്തിൻ്റെ ബന്ധനങ്ങളാണ്, കൂടോത്രത്തിൻ്റെ ബന്ധനങ്ങൾ, മന്ത്രവാദത്തിൻ്റെ ബന്ധനങ്ങൾ, ആഭിചാരത്തിൻ്റെ ബന്ധനങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ, സാത്താൻ്റെ തട്ടിപ്പുകൾ, നിരന്തരമായ രോഗപീഠകൾ മൂലമുള്ള ബന്ധനങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പല ശുശ്രൂഷകളിലും, പ്രത്യേകിച്ച് ഞാൻ സഖിയോൺ ധ്യാനകേന്ദ്രത്തിലെ നമ്മുടെ വട്ടായി അച്ഛൻ്റെ ഒരു പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ ഒരുപാട് തവണ വായിക്കാനിടയായി. ആ രോഗികളുടെ നാഥൻ എന്ന ആ ചെറിയ പുസ്തകത്തിൽ അതിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ അച്ഛൻ ഈ ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുക. ഈശോയുടെ നാമത്തിൽ ഉണ്ടോ, ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ, ഈശോയുടെ കുരിശിൻ്റെ അടയാളത്താൽ എല്ലാ നാരകീയ ശക്തികളെയും ഉണ്ടോ, നമ്മുടെ സന്തോഷം കെടുത്തുന്ന, നമ്മുടെ സമാധാനം കെടുത്തുന്ന, നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ നാരകീയ ശക്തികളെയും, എല്ലാ പൈശാചിക പീഡകളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിക്കുന്നു, ബന്ധിക്കുന്നു, ശാസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സ്തുതിച്ചോ, ഒന്ന് സ്തുതിച്ചോ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നിമിഷം എല്ലാ ബന്ധനങ്ങൾ കർത്താവ് യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ കർത്താവേ, അടയാളം നടക്കട്ടെ കർത്താവേ. In the name of my priesthood, I rebuke, I command every spirit of evil to depart from these people. വട്ടയച്ചം പറയാം, നമുക്കൊന്ന് ഒരുമിച്ച് പറയാം. നാരകീയ ശക്തികളെ, അല്ല അഭിഷേകത്തോടെ പറഞ്ഞ്, നാരകീയ ശക്തികളെ, അന്ധകാര ശക്തികളെ, നിങ്ങളോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, നസറേയനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. ആമേൻ പറഞ്ഞേ, ആമേൻ. വലതുകരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ ആമേൻ. അഭിഷേകത്തോടെ പറഞ്ഞേ ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, നാരകീയ ശക്തികളെ, അന്ധകാര ശക്തികളെ, എന്റെ കുടുംബത്തെ, ഞങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന
എല്ലാ തകർച്ചകളെയും എല്ലാ ബന്ധനങ്ങളെയും യേശുവിന്റെ നാമത്തിൽ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബഹിഷ്കരിക്കുന്നു, ബന്ധിക്കുന്നു, ശാസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് നല്ല അഭിഷേകത്തോടെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോയുടെ നാമത്താൽ എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ ലോകം മുഴുവനും ഇപ്പോൾ ഈ ശാലോം ടിവിയിലൂടെ ഈ ജാഗരണ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ പേര് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, കത്തോലിക്കസഭയുടെ നാമത്താൽ, യേശുക്രിസ്തുവിന്റെ ശക്തിയാൽ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. ബന്ധനം അഴിയട്ടെ കർത്താവേ. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു അരക്ഷിതാവസ്ഥകള്, ഈ ഒരു ബന്ധനങ്ങള്, ഇതിൽ നിന്ന് കിട്ടുന്ന, അതല്ലെങ്കിൽ ഈ ശുശ്രൂഷയിലൂടെ നടക്കുന്ന ആ ഡെലിവറൻസിനെയാണ് രക്ഷ എന്ന് പറയുന്നത്. കാരണം നാം രക്ഷിക്കപ്പെടണം, നമുക്ക് വിടുതൽ കിട്ടണം. ഗ്രീക്കിൽ ആ വാക്കിന് പറയുന്നത് സോഡ്സ് എന്നാണ്. പുതിയ നിയമത്തിൽ 106 തവണയാണ് ഈ രക്ഷ, അത്ഭുത വിടുതൽ, രോഗങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, സാത്താന്റെ പീഡകളിൽ നിന്ന് ഈ രക്ഷ എന്ന വാക്ക് പുതിയ നിയമത്തിൽ 106 തവണയിൽ അധികം ഉപയോഗിക്കുക. പുതിയ നിയമത്തിലേക്ക് പോകുന്നതിന് മുൻപ് പഴയ നിയമവും ഈ മേഖലയെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പഴയ നിയമത്തിൽ ഈ ബന്ധനങ്ങളിൽ നിന്ന്, ഈ സാത്താന്റെ കെട്ടുകളിൽ നിന്ന്, ഈ തിന്മകളിൽ നിന്ന് രക്ഷിക്കുന്നത് മറ്റാരുമല്ല, യഹോവയാണ്. ആരാണ്? നല്ല അഭിഷേകത്തോടെ പറഞ്ഞേ, നല്ല അഭിഷേകത്തോടെ പറഞ്ഞേ, യഹോവയാണ് രക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഏക രക്ഷകൻ യഹോവയാണ്. ഈ യഹോവയുടെ നാമത്താൽ, ഇപ്പൊ പുറപ്പാടിന്റെ പുസ്തകത്തെക്കുറിച്ചുള്ള ആ കഥയുണ്ട്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ 1957 ഇറങ്ങിയ ഒരു സിനിമ 10 കമാൻഡ്മെന്റ്സ്. അതിലിങ്ങനെ ഇസ്രായേൽ ജനം വിട്ടുപോയി ഈജിപ്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ ഫറവോന് സ്വബോധമുണ്ടായത്. ഇസ്രായേൽ ജനം പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കഴിയും? ഉടനെ തന്നെ പട്ടാളത്തെ ഒരുക്കി ഫറവോൻ യുദ്ധത്തിന് പുറപ്പെടുക. അങ്ങനെ യുദ്ധത്തിന് പുറപ്പെടാനായിട്ട് പോകുമ്പോഴാണ് ഫറവോന്റെ ഭാര്യ കൊണ്ടുവന്നു ഒരു വാള് കൊടുക്കുകയാണ്. വാള് കൊടുത്തിട്ട് പറഞ്ഞു, ചക്രവർത്തി, ഇത് ഞാൻ നമ്മുടെ ദേവന്റെ മുൻപിൽ പൂജിച്ച വാളാണ്. അങ്ങ് മടങ്ങി വരുമ്പോൾ ഇസ്രായേൽക്കാരുടെ നേതാവായ മോശയുടെ രക്തത്തിന്റെ കറ അതിലുണ്ടാകണം, അവന്റെ ചോരയുടെ മണം ഈ വാളിലുണ്ടാകണം. പിന്നീട് നമുക്കറിയാം എന്താണ് സംഭവിച്ചത്. ഈശോ, ദൈവം യഹോവ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നു. ഫറവോൻ നിരാശനായി പടയാളികൾ നഷ്ടപ്പെട്ട് മടങ്ങി വരുന്നു. കൊട്ടാരത്തിലേക്ക് ഫറവോ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ രാജ്ഞി ഓടിച്ചെന്ന് ചോദിച്ചു, എവിടെ മോശയുടെ വാളില് രക്തത്തിന്റെ മണം? എവിടെ രക്തത്തിന്റെ കറ? എവിടെ? ഉടനെ ആ സിനിമയിൽ ഫറവോ കൊടുക്കുന്ന ഒരു ഉത്തരം ഇതാണ്, ഹിസ് ഗോഡ് ഈസ് ഗോഡ്, അവന്റെ ദൈവമാണ് ദൈവം. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം ഉറപ്പായിട്ട് വിശ്വസിച്ചു, യഹോവയാണ് ഞങ്ങളുടെ ദൈവം. പുറപ്പാടിന്റെ പുസ്തകം 34-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടുന്ന് അരുൾ ചെയ്യുകയാണ്, യഹോവ അരുൾ ചെയ്യുക, ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുക. പ്രിയപ്പെട്ട മക്കളെ, ആ ഉടമ്പടി കേട്ടോ. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന് മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. ഉണ്ടോ? യഹോവ പറയുക, അതായത് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. ലോകത്ത് മറ്റൊരു ജനത്തിനിടയിലും നടക്കാത്ത വിടുതല്, അത്ഭുതകരമായ രക്ഷ നിന്റെ മേല്, നിന്റെ കുടുംബത്തിന്റെ മേല്, നിന്റെ ജനത്തിന്റെ മേൽ സംഭവിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം മുഴുവൻ പാടുന്നത്, യഹോവയാണ് എൻ്റെ അഭയം.
എന്തെന്നാണ് സങ്കീർത്തകൻ എപ്പോഴും പാടുന്നത്? അഭിഷേകത്തോടെ പറഞ്ഞേ, വലതുകരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ, കരങ്ങൾ താഴ്ത്തിക്കോ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഏക രക്ഷകൻ കർത്താവായ ഈശോ. കർത്താവായ ഈശോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, സകല ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ കൊടുക്കാൻ കഴിയുന്നവനാണ് ഈശോ. ഈശോ 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 എന്ന നാമം ഈ ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്നത് ലൂക്ക 4:18 പറയുന്നത് പോലെ ബന്ധിതർക്ക് മോചനം നൽകാനാണ്. എന്തിനാണ് നൽകപ്പെട്ടിരിക്കുന്നത്? നല്ല ഉറക്കെ പറഞ്ഞേ. ഭവനങ്ങളിൽ നിന്ന് പൈശാചിക പീഡകൾ വിട്ടുപോകാൻ വേണ്ടി പറഞ്ഞേ, എല്ലാ തിന്മകൾ ബഹിഷ്കരിക്കപ്പെടാൻ വേണ്ടി പറഞ്ഞേ, അന്ധകാര ശക്തികൾ ശാസിക്കപ്പെടാൻ വേണ്ടി പറഞ്ഞേ. അപ്പൊ ലൂക്കായുടെ സുവിശേഷം 4:18 പഠിപ്പിക്കാൻ ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതലിൻ്റെ, അത്ഭുതകരമായ രോഗശാന്തിയുടെ ചരിത്രമാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത്. അങ്ങനെ ഒരു ചെറിയ ഉദാഹരണം ഈശോ ഇപ്പോൾ പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുക. അത് മറ്റൊന്നുമല്ല, തെക്കൻ ഇറ്റലിയിൽ പവോള എന്ന സ്ഥലത്തുള്ള വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ചാണ്. തെക്കൻ ഇറ്റലിയിൽ കലാബ്രിയയിലുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് പൗള. ഈ പൗളയിലുള്ള ഒരു ഫ്രാൻസിസ്കൻ സന്യാസിയായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ്. ഫ്രാൻസിസ് അസീസിയുടെ ഒരു പിൻഗാമിയാണ്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഈശോയുടെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ സാത്താനെ ബന്ധിക്കല്, ഒഴിപ്പിക്കല്, ബാധയെ ശാസിക്കല്, മാനസിക രോഗത്തെ ബന്ധിക്കല്, അങ്ങനെ നിരവധിയായ അത്ഭുതങ്ങൾ ഇദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഈ സംഭവം ഇങ്ങനെയാണ്. ഒരിക്കൽ വളരെയധികം പീഡകളുള്ള, ബാധയുള്ള ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിയെ ഈ വിശുദ്ധൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ആ ആശ്രമത്തിലേക്ക് വന്നപ്പോൾ തന്നെ അവളിങ്ങനെ കിടന്ന് വിറക്കാൻ തുടങ്ങി. എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഇവിടെ എൻ്റെ ശത്രുവുള്ള സ്ഥലമാണ്. അങ്ങനെ വിറച്ച് ബഹളം വെക്കാൻ തുടങ്ങിയ. അങ്ങനെ ഒരുപാട് പീഡകൾ, നിരാശ, ഡിപ്രഷൻ, വെറുപ്പ്, പക, ബാധ, ഇങ്ങനെ ഒരുപാട് അസ്വസ്ഥതകളിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇവളിങ്ങനെ അലറാൻ തുടങ്ങി. എന്തിനെന്നെ ഇവിടെ കൊണ്ടുവന്നു? എൻ്റെ ശത്രുവിനെ കാണിക്കാനാണോ? അപ്പോഴാണ് ഫ്രാൻസിസ് പുണ്യവാൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുകയാണ്. കരങ്ങളിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട്, നോക്കിക്കേ, കത്തോലിക്ക സഭയുടെ അധികാരമാണ്. കത്തോലിക്ക സഭയുടെ അധികാരത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, കത്തോലിക്ക സഭയുടെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ഈ ചരിത്രത്തിൽ ബെനഡിക്റ്റ് പാപ്പ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: കത്തോലിക്ക സഭയ്ക്ക് ഈ ലോകത്തിൻ്റെ മുറിവുകൾ ഉണക്കാൻ കഴിവുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് ഈ ലോകത്തിലെ സകലവിധ ബന്ധനങ്ങളെ ബഹിഷ്കരിക്കാൻ കഴിവുണ്ട്. ബെനഡിക്റ്റ് പാപ്പ വിശുദ്ധനാണ്. ജീവിച്ചിരിക്കുന്ന ആ ബെനഡിക്റ്റ് പാപ്പ ഒരു വിശുദ്ധനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ നിരന്തരം പറയുന്നതാണ്, കത്തോലിക്ക സഭയിലെ പൗരോഹിത്യത്തിന് സാത്താനെ ശാസിക്കാൻ, സാത്താനെ ബന്ധിക്കാൻ, ബന്ധനങ്ങളെ അകറ്റാൻ കഴിവുണ്ടെന്ന് പഠിപ്പിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകൈ ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിങ്ങനെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ പറയുമ്പോൾ തന്നെ, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന പല തകർച്ചകൾ വിട്ടുപോകുക. പ്രത്യേകിച്ച് ഇപ്പോഴ് അച്ഛന് കാണിച്ചു തരുന്ന കുഞ്ഞുങ്ങളുടെ മേലുള്ള പ്രത്യേകിച്ച് പഠന വൈകല്യങ്ങൾ, പഠിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ഓർമ്മക്കുറവുകൾ, അലസത ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകുന്നതായിട്ട് അച്ഛനെ കാണിച്ച 1000-ഓളം കുട്ടികളാണ് ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കടബാധ്യതകളാൽ തകർന്നുകൊണ്ടിരിക്കുന്ന 17 കുടുംബങ്ങളെ, ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുന്ന 17 കുടുംബങ്ങളെ കർത്താവ് ഇപ്പോൾ ഈ ഹല്ലേലൂയ പറയുമ്പോൾ വിടുതൽ കൊടുക്കുന്നതായിട്ട് അച്ഛന് കാണിച്ചു തരിക. ഒന്ന് അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തിക്കോ. അങ്ങനെ വിശുദ്ധ ഫ്രാൻസിസ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു പറഞ്ഞു, പിതാവായ ദൈവത്തിന്റെ നാമത്താൽ, പുത്രനായ യേശുവിന്റെ നാമത്താൽ, പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഇവളെ ബാധിച്ചിരിക്കുന്ന ബാധകള് വിട്ടുപോകട്ടെ. സാധാരണ വിട്ടുപോകുന്നതാ, ഇതിച്ചിരി കൂടിയ ഇനമായിരുന്നു. അപ്പൊ ഇവളിങ്ങനെ ഇളകാൻ തുടങ്ങി. ഇളകിയിട്ട് പറഞ്ഞു, ഞാൻ പിശാചല്ല, ഞാൻ സാത്താനല്ല. 25 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു പെൺകുട്ടിയുടെ ദുരാത്മാവാണ് എന്നെ കൂടിയിരിക്കുന്നത്. ഇത് വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ പറയുന്ന ഒരു സാക്ഷ്യമാണ് കേട്ടോ. 25 വർഷം മുൻപ് ദുർമരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ആത്മാവാണ് എന്നെ ബാധിച്ചിരിക്കുന്നത്. ഉടനെ വിശുദ്ധന് മനസ്സിലായി, ഇത് ഇവള് കള്ളമാണ് പറയുന്നത്, ഇവളിലുള്ള സാത്താൻ കള്ളമാണ് പറയുന്നതെന്ന് മനസ്സിലായിട്ട് ഉടനെ മാർക്കോസിന്റെ സുവിശേഷം 5:8 ഈശോ ഉപയോഗിക്കുന്ന അതേ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഫ്രാൻസിസ് എന്ന വിശുദ്ധൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു, താച്ചി യക്ഷി ദ ക്വെസ്ത ദൊണ്ണ എന്ന് പറഞ്ഞാൽ നിശബ്ദരാകാൻ, ശാസിച്ച് നിന്നെ പുറത്താക്കുന്നു. അത്ഭുതകരമായ വിടുതലാണ് പ്രിയപ്പെട്ടവരെ നടന്നത്. മർക്കോസ് 5:8 ഈശോ ആ കല്ലറകൾക്കിടയിൽ കഴിഞ്ഞിരുന്ന ബാധ കൂടിയ മനുഷ്യനോട് അവനിങ്ങനെ ഈശോയോട് തർക്കിക്കാൻ തുടങ്ങിയപ്പോൾ ഈശോ പറഞ്ഞു, നിശബ്ദനായിരിക്കാൻ, ഈ മനുഷ്യനിൽ നിന്ന് വിട്ടുപോകാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനാഭിഷേകം നടക്കുമ്പോൾ തന്നെ അനവധി കുടുംബങ്ങളിൽ നിന്ന് സാത്താൻ ഇടിമിന്നൽ പോലെ വിട്ടുപോകുന്നത് അച്ഛൻ കാണുകയാണ്. ഇന്നത്തെ ഈ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അനേക കുടുംബങ്ങളിൽ നിന്ന് പൈശാചികതകൾ, മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, കലഹത്തിൻ്റെ, വെറുപ്പിൻ്റെ, പകയുടെ നിരന്തരമായ രോഗപീഠകൾ, കടബാധ്യതകൾ, കല്യാണ തടസ്സങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ താച്ചി യേശി ദ ക്വെസ്ത ഫാമിലിയ. ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 4:8 എന്ന് വലതുകര ഉയർത്തിപ്പിടിച്ച് ആ വചനം അച്ഛനോടൊപ്പം പറഞ്ഞേ. ആകാശത്തിന് കീഴേ, അഭിഷേകത്തോടെ മക്കളെ, ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഒരിക്കൽ കൂടെ പറയാം, ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോസ്തല പ്രവർത്തനം 4:12 പറഞ്ഞേ. അപ്പോസ്തല പ്രവർത്തനം 4:12 ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വിശുദ്ധ പൗലോസ് പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ കരിസ്മാറ്റിക് വിടുതൽ നടത്തിയ വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:9 പഠിപ്പിക്കുന്നുണ്ട്, യേശു കർത്താവാണെന്ന്. കേട്ടോ, ഇപ്പൊ ബന്ധനങ്ങളിൽ കഴിയുന്നവര്, വേദനകളിൽ കഴിയുന്നവര്, തകർച്ചകളിൽ കഴിയുന്നവര്, എന്ത് ചെയ്യണം എന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന മക്കളോട് ഇതാ കത്തോലിക്ക സഭ ഇന്ന് പഠിപ്പിക്കുക, ദൈവവചനം പഠിപ്പിക്കുക. വേറൊന്നുമല്ല, യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അതായത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് വെറുതെ വിളിച്ചാൽ പോരാ. നിന്റെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് ഒരു ഹാർട്ട് ബന്ധം, ഒരു ഹൃദയ ബന്ധം, ഒരു അഭിഷേകത്തിൻ്റെ, കൃപകളുടെ, ഒരു വരങ്ങളുടെ ആ ഒരു ബന്ധം, പരിശുദ്ധാത്മാവിൻ്റെ ബന്ധം. ഇതാണ് ദൈവവുമായിട്ട്. കർത്താവിനെ ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവില്ലാതെ സാധിക്കില്ല. അപ്പോൾ ആത്മാഭിഷേകത്തോടെ, തുറവിയോടെ, എളിമയോടെ, നിഷ്കളങ്കതയോടെ എൻ്റെ ഈശോയാണ് എൻ്റെ രക്ഷകൻ. ആ വചനം ഒന്ന് പറഞ്ഞേ. റോമ 10:9. റോമ 10:9 യേശു കർത്താവാണെന്ന്, യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുകയും
ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതാണ് ലൂക്ക 10:17-18. ഈശോ 72 പേരെ അയച്ചു. മക്കളെ, നിങ്ങൾ ഓരോ ഭവനങ്ങളിലും പോകുക, ഓരോരുത്തരുടെയും പോകുക, സാത്താനെ ബന്ധിക്ക്, സാത്താനെ ശാസിക്ക്. ഇവരോടി വന്ന് പറയാ, എൻ്റെ കർത്താവേ, നിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങളെ അനുസരിക്കുന്നു. ഉടനെ ഈശോ പറയാ 10:18 ഈശോ പറയാ, എൻ്റെ മക്കളെ, നിങ്ങളിങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് സാത്താൻ ഇടിമിന്നൽ പോലെ എന്ന് പറഞ്ഞ് വിട്ടുപോകുന്നത് ഞാൻ കണ്ടു. എവിടെന്നാ പോകുന്നതെന്നറിയോ? ദൈവരാജ്യത്തിൽ നിന്ന്. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്, സഭയും ദൈവവും ഒക്കെ ആഗ്രഹിക്കുന്നത് ദൈവരാജ്യമാകേണ്ടതാ. ആഗ്രഹിക്കുന്ന സമാധാനം, ഐശ്വര്യം, സമ്പൽ സമൃദ്ധി, സ്നേഹം, ക്ഷമ, കരുണ, എളിമ, വിനയം, ഇതെല്ലാം നമ്മുടെ കുടുംബത്തിൽ നിറയേണ്ടതാ. ഈ സാത്താൻ്റെ തട്ടിപ്പ് നിമിത്തം, ഈ ബന്ധനങ്ങൾ നിമിത്തം ഇവ നമുക്ക് കിട്ടാതെ വരിക. അപ്പൊ ഇങ്ങനെയുള്ള മേഖലയില യേശുവിന്റെ നാമത്താൽ ഈശോ പറയാൻ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് സാത്താൻ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന്, നിങ്ങളുടെ മക്കളിൽ നിന്ന്, നിങ്ങളുടെ തലമുറകളിൽ നിന്ന് ഇടിമിന്നൽ പോലെ വിട്ടുപോകുന്നത് ഞാൻ കണ്ടു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, വിഷമതകൾ ഉണ്ടാകുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. യേശു ക്രിസ്തുവിൽ അഭയം തേടുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഭയം തേടുക. അവനിൽ, അവൻ്റെ ശക്തിയിൽ വിശ്വസിക്കുക. അവൻ്റെ ശക്തിയിൽ നിങ്ങൾ ആശ്രയിക്കുക. ഇപ്പൊ കർത്താവേ എന്ന പേര് തന്നെ കാറ്റഗീസം ഓഫ് ദ കാത്തലിക് ചർച്ച് പഠിപ്പിക്കുക. കർത്താവേ എന്ന വാക്ക് തന്നെ, അതിൻ്റെ അർത്ഥം തൻ്റെ ജനത്തെ എപ്പോഴും രക്ഷിക്കാൻ കഴിയുന്ന ദൈവം. കണ്ടോ? കർത്താവേ, എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞാൽ തൻ്റെ ജനത്തെ എല്ലാ തിന്മകളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും, സകലവിധ അസ്വസ്ഥതകളിൽ നിന്ന്, പൈശാചിക പീഡകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്, കർത്താവേ എന്ന വാക്കിന് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് കൊടുക്കുന്ന അർത്ഥം സ്ഥിരമായി പരിപാലിക്കുന്നവൻ. എന്തെന്നാണ്? നമ്മുടെ കൂടെ സ്ഥിരമായിട്ട് പരിപാലിക്കുന്ന ഒരാളുള്ളപ്പോൾ എന്തിന് നാം അസ്വസ്ഥരാകണം? എന്തിന് ഉത്കണ്ഠപ്പെടണം? എന്തിന് നാം ഭയപ്പെടണം? എന്തിന് നിരാശയിൽ കഴിയണം? സ്ഥിരമായിട്ട് പരിപാലിക്കാൻ കഴിയുന്ന ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്, ആ വാക്കിന്, കർത്താവേ എന്ന വാക്കിന് കൊടുക്കുന്ന അർത്ഥം വാക്ക് മാറ്റാത്ത ദൈവം. എന്തെന്നാണ്? അല്ല, അഭിഷേകത്തോട് പറഞ്ഞേ, വാക്ക് മാറ്റാത്ത ദൈവം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ വാക്ക് മാറ്റും, രാഷ്ട്രീയക്കാർ മാറ്റും, മറ്റു പലരും മാറ്റും. പക്ഷെ ദൈവം ഒരിക്കലും വാക്ക് മാറ്റില്ല. ദൈവം നിന്റെ ശക്തിയായി, നിന്റെ അഭിഷേകമായി, നിന്റെ കൃപയായി, നിന്റെ വരമായി, നിന്റെ കുടുംബത്തോടൊപ്പം, നിന്റെ മക്കളോടൊപ്പം കൂടെ ഉണ്ടെങ്കിൽ ഒരനർത്ഥവും നിന്റെ മേൽ വരില്ല. 1 പത്രോസ് 5:6. ഈ ദൈവത്തിൻ്റെ, ശക്തനായ ദൈവത്തിൻ്റെ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കുവിൻ. എന്തെന്നാ പറയണത്? ശക്തനായ ദൈവത്തിൻ്റെ കരത്തിൻ കീഴെ താഴ്മയോട് നിൽക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ആധുനിക ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടാൻ കത്തോലിക്ക സഭയുടെ അടുത്ത് നല്ല ശക്തമായിട്ടുള്ള ആ ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമുക്കറിയാമല്ലോ, എഫേസൂസ് 6:11 പറയുന്നില്ലേ, സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കാൻ. ദൈവത്തിൻ്റെ എല്ലാ, ഈ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ച സകലവിധ ബന്ധനങ്ങൾ, തടസ്സങ്ങൾ,
നിരാശകൾ, ഇവയെ എതിർത്ത് തോൽപ്പിക്കാൻ, സാത്താൻ്റെ കുതന്ത്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കാൻ ഏറ്റവും പ്രധാനമായി സഭയിലൂടെ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം ലോകത്തിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് പരിശുദ്ധ കുർബാന. എന്താണ്? നല്ല അഭിഷേകത്തോടെ പറഞ്ഞേ, വലതുകരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ, നല്ല തുറവിയോടെ പറഞ്ഞേ, നല്ല തുറവിയോടെ പറഞ്ഞേ, അഭിഷേകത്തോടെ പറഞ്ഞേ, ബന്ധനം അഴിയാൻ വേണ്ടി പറഞ്ഞേ, കെട്ടുകൾ അഴിയാൻ വേണ്ടി പറഞ്ഞേ, സാത്താൻ ബന്ധിക്കപ്പെടാൻ വേണ്ടി പറഞ്ഞേ. കരങ്ങൾ താഴ്ത്തിക്കോ. ഫാത്തിമയില് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് 1917 മെയ് 13 എന്നാൽ അതിന് ഒരു വർഷം മുൻപ് ജസീന്ത, ലൂസിയ, ഫ്രാഞ്ചെസ്കോ എന്നീ കുട്ടികൾക്ക് മാതാവിൻ്റെ ദർശനത്തിനൊരുക്കമായിട്ട് കാവൽ ദൂതൻ സ്വർഗത്തിൽ നിന്ന് മാലാഖ പ്രത്യക്ഷപ്പെട്ടു. 2 തവണ പ്രത്യക്ഷപ്പെട്ടു. ഇതിൽ 2ാമത്തെ തവണ നടന്ന അത്ഭുതമാണ് അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 2ാമത്തെ തവണ മാലാഖ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വലത് കൈയിൽ കാസ, മറ്റേ കയ്യിൽ, ഇടത് കയ്യിൽ പരിശുദ്ധ കുർബാന. ഈ കാസയിൽ നിന്നും ഈ അപ്പത്തിൽ നിന്നും രക്തമിങ്ങനെ ഇറ്റിറ്റിറ്റിറ്റ് ഭൂമിയിലേക്ക് വീഴുക. പരിശുദ്ധ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തത്തിൽ നിന്ന് രക്തമിങ്ങനെ ഇറ്റിറ്റിറ്റിറ്റ് വീഴുക. അതുകൊണ്ട് ആ വിടുതൽ ശുശ്രൂഷ ചെയ്യുമ്പോഴേക്ക് യേശുവിൻ്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ എന്ന് പാടിക്കേ. യേശുവിൻ്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ, യേശുവിൻ്റെ നാമത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ, യേശുവിൻ്റെ തിരുരക്തത്താൽ രോഗപീഠകൾ മാറട്ടെ, യേശുവിൻ്റെ തിരുരക്തത്താൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, യേശുവിൻ്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ, യേശുവിൻ്റെ നാമത്താൽ കടബാധ്യതകൾ നീങ്ങട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പൊ കർത്താവിൻ്റെ തിരുരക്തത്തിന്, കർത്താവിൻ്റെ തിരുശരീരത്തിന് ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്ന പരിശുദ്ധ കുർബാനയിൽ കർത്താവായ ഈശോ സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുക. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, ബന്ധനങ്ങൾ ഉണ്ടാകുമ്പോൾ, കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ, ആഗ്രഹിക്കുന്ന സമാധാനം കിട്ടാതെ വരുമ്പോൾ, ആഗ്രഹിക്കുന്ന സന്തോഷം കിട്ടാതെ വരുമ്പോൾ വേറെ ഒരിടത്തേക്കും പോകണ്ട. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മന്ത്രമാണ് പരിശുദ്ധ കുർബാന. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ സിൽവസ്റ്റർ. നമ്മുടെ ബെനഡിക്റ്റൻ ഒരു സന്യാസിയാണ് വിശുദ്ധ സിൽവസ്റ്റർ. അദ്ദേഹത്തിലൂടെ സ്ഥാപിക്കപ്പെട്ട സഭയുടെ പേരാണ് ബെനഡിക്റ്റൻ സിൽവസ്ട്രീനി സഭ. ഈ വിശുദ്ധ സിൽവസ്റ്റർ ഇറ്റലിയിൽ ഫാന്നോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നടന്ന് സെൻട്രൽ ഇറ്റലിയിൽ വന്ന് ഫബ്രിയാനോ എന്ന് പറയുന്ന സ്ഥലത്ത് കൊടും വനത്തിൽ, ഒരു വലിയ മലയുടെ മുകളിൽ കൊടും വനത്തിലിരുന്ന് ധ്യാനിക്കുക. ഈശോയേ, 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 ഈശോയെ ധ്യാനിക്കുക. ഇങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് കൊടും വനമാണ്. ഞാൻ അച്ഛൻ അവിടെ പോകാനൊക്കെ സാധിച്ചിട്ടുണ്ട്, അവിടെ പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും വിശുദ്ധ സിൽവസ്റ്ററിൻ്റെ വലിയൊരു സ്റ്റാച്ചു ആ മുകളിൽ അവരുടെ ആശ്രമത്തിലുണ്ട്. അവിടെ ആ സിൽവസ്റ്ററിൻ്റെ ചുറ്റും ചെന്നായ്ക്കൾ വന്ന്, ചെന്നായ്ക്കൾ ഈ സിൽവസ്റ്ററിനെ കൊല്ലാൻ വേണ്ടി വരിക, കൊന്നു തിന്നാൻ വേണ്ടി വരിക. ഈ സമയത്ത് സ്വർഗത്തിൽ നിന്ന് മാതാവ് പരിശുദ്ധ കുർബാനയായിട്ട് വരിക.
എന്നിട്ട് ചരിത്രം പറയുന്നത്, വിശുദ്ധ സിൽവസ്റ്ററിൻ്റെ ആ സംഭവം പറയുന്നത്, കഥ പറയുന്നത്, പരിശുദ്ധ അമ്മ സിൽവസ്റ്ററിൻ്റെ നാവില് പരിശുദ്ധ കുർബാന അങ്ങ് വെച്ചു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഒരു വന്യജീവിയും ഒരു ദുഷ്ടശക്തിയും സിൽവസ്റ്ററിനെ തൊട്ടില്ല. ഈ ചെന്നായ്ക്കളൊക്കെ വന്ന് കുഞ്ഞാടുകളെപ്പോലെ ഈ വിശുദ്ധ സിൽവസ്റ്ററിൻ്റെ ചുറ്റും ഇരുന്നെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏതുതരം അസ്വസ്ഥതകളാണെങ്കിലും ഏത് ബന്ധനങ്ങളാണെങ്കിലും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുമ്പോൾ ഒരു അനർത്ഥവും ഒരു ശത്രുവും ഒരു സാത്താനും ഒരു ബാധയും നമ്മുടെ മേൽ ഇറങ്ങി വരില്ല. എനിക്ക് അച്ഛന് പറയാൻ പറ്റുന്ന മറ്റൊരു സാക്ഷ്യം, എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി, അവളിങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ നിരാശയിൽ ഇരുട്ടിൽ കഴിയുക വർഷങ്ങളായിട്ട്. മാനസിക രോഗത്തിന് ചികിത്സയൊക്കെ തേടിയിട്ടുണ്ടാകാം, പക്ഷെ വെളിച്ചത്തെ ഭയമാണ്. ആകെ ബാധ കൂടിയ അവസ്ഥയാണ്. ബൈബിൾ എടുത്തെറിയും, ജപമാല എടുത്തെറിയും, അങ്ങനെയുള്ളൊരവസ്ഥയാണ്. ഒരു കണക്കിന് പറഞ്ഞ് അവൾ പരിശുദ്ധ കുർബാനയ്ക്ക് വരാൻ തുടങ്ങി. അവൾ പള്ളിയുടെ പുറത്തൊക്കെ നിൽക്കും, ഉള്ളിൽ കയറില്ല. അപ്പോൾ പരിശുദ്ധ കുർബാനയുടെ അടുത്തേക്ക് വന്ന് പതുക്കെ പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് കയറി. ഓരോ കുർബാന കഴിയുമ്പോഴും ആ മകളുടെ കയ്യിൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും, അവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധ കുർബാന ചൊല്ലിക്കഴിഞ്ഞിട്ടുള്ള ആ ഒരു വൈദികൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ ആ കരങ്ങൾ വെച്ചുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നൽകുന്ന സാക്ഷ്യമാണ്. അവളുടെ ജീവിതത്തെ ബാധിച്ചിരുന്ന സകലവിധ തകർച്ചകളെയും ബാധകളും വിഷാദരോഗങ്ങളും മാനസിക രോഗങ്ങളും പരിശുദ്ധ കുർബാന ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ഒരു വൈദികൻ കത്തോലിക്ക സഭയുടെ നാമത്താൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ തൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ അവളിൽ ഒരു തിന്മയ്ക്ക് നിൽക്കാൻ പറ്റില്ല, ഒരു സാത്താനും അവളുടെ മേൽ നിൽക്കാൻ പറ്റില്ല. അത്ഭുതകരമായ വിടുതല കർത്താവ് കൊടുത്തത്. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത് ഈ പൈശാചിക പീഡകൾക്കെതിരെ, ഈ ബന്ധനങ്ങൾക്കെതിരെ ഉള്ള ഏറ്റവും വലിയ ശക്തമായ ആയുധമാണ് വിശുദ്ധ ജപമാല, പരിശുദ്ധ ജപമാല. പരിശുദ്ധ ജപമാല ചൊല്ലുന്ന കുടുംബങ്ങളിൽ കലഹത്തിൻ്റെ ദുരാത്മാവ് കടന്നു വരില്ല, വെറുപ്പിൻ്റെ ദുരാത്മാവ് കടന്നു വരില്ല, സംശയത്തിൻ്റെ ദുരാത്മാവ് കടന്നു വരില്ല, വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവ് കടന്നു വരില്ല. കാരണം പരിശുദ്ധ ജപമാല ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മ കോട്ട കെട്ടി ആ കുടുംബങ്ങൾക്ക് സംരക്ഷണം കൊടുക്കും. കത്തോലിക്ക സഭയിലുള്ള പ്രിയപ്പെട്ടവർ, നമ്മുടെ ശക്തിയാ, നമ്മുടെ മന്ത്രമാ പരിശുദ്ധ ജപമാല. ഈ ജപമാലയുടെ ആവിർഭാവത്തെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുള്ള കഥയായിരിക്കും, എങ്കിലും അച്ഛൻ ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുക. വിശുദ്ധ ഡൊമിനിക് ആണല്ലോ സഭയ്ക്ക് ജപമാല നൽകിയത്. ഈ വിശുദ്ധ ഡൊമിനിക്കിന് ജപമാല കിട്ടിയ സംഭവം ഫ്രാൻസിൽ അൽബേജിയൻ പാഷാണ്ഡത പടർന്നു പന്തലിക്കുക. കാരണം എവിടെയും നിരാശ, വെറുപ്പ്, വിശ്വാസരാഹിത്യം, കലഹങ്ങൾ. ആ കാലത്ത് 1214 സഭയിലെ ഏറ്റവും വലിയ വചനപ്രഘോഷകനാണ് വിശുദ്ധ ഡൊമിനിക്. ഈ ഡൊമിനിക് ഓരോ ദിവസവും വചനം പറയുക, പ്രിയപ്പെട്ടവരെ മാനസാന്തരപ്പെട്, പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്ക്, തിന്മയുടെ വഴികൾ ഉപേക്ഷിക്ക്, ദൈവത്തിൽ ആശ്രയിക്ക്. പക്ഷെ ഒരു മാനസാന്തരം ഉണ്ടാകുന്നില്ല. കാരണം കഠിന ഹൃദയം, മദ്യത്തിന് അടിമപ്പെടുന്നു, മയക്കുമരുന്നിന് അടിമപ്പെടുന്നു, വ്യഭിചാരത്തിന്, ജഡികഭാവങ്ങൾക്ക്, ദുർമോഹങ്ങൾക്ക് ഇങ്ങനെ അടിമപ്പെട്ടിരിക്കുക. അപ്പോൾ ഡൊമിനിക്കിനാകെ സങ്കടമായി. ഇതിനൊരു പ്രതിവിധി കാണണം, ഈ ദേശത്തെ നവീകരിക്കണം, കുടുംബങ്ങളെ നവീകരിക്കണം, ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ ഡൊമിനിക്ക് അവിടെ ഒരു വനത്തിലേക്ക് പോകുക. അവിടെ നിന്നിങ്ങനെ 3 ദിവസം കഠിനമായിട്ട് പ്രാർത്ഥിക്കുക. വെറുതെ പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്തത്, തൻ്റെ ശരീരത്തിന് ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ട്, അതായത് ത്യാഗം ചെയ്തുകൊണ്ട്, എല്ലും കല്ലൊക്കെ കയറിൽ കെട്ടി സ്വയം ഇങ്ങനെ അടിച്ച് വേദനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, ഈ ലോകത്തിന് മാനസാന്തരം കൊടുക്കണം, ഈ പാഷാണ്ഡത വിട്ടുപോകണം, ജനം ദൈവത്തിങ്കിലേക്ക് തിരിയണം,
ജനം മാനസാന്തരപ്പെടണം, യുവജനങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കണം, അന്ധകാര ശക്തികൾ വിട്ടുപോകണം, ബന്ധനങ്ങൾ അഴിയണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പീഡിപ്പിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് വിശുദ്ധ ഡൊമിനിക്ക് ബോധം കെട്ട് വീഴുക, തളർന്ന് വീണ് കിടക്കുമ്പോൾ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ചരിത്രം പറയുകയാണ്, പെട്ടെന്ന് മാതാവ് പ്രത്യക്ഷപ്പെടുക, മാതാവും 3 മാലാഖമാരും പ്രത്യക്ഷപ്പെടുക. എന്നിട്ട് മാതാവ് വിശുദ്ധ ഡൊമിനിക്കിനോട് ചോദിക്കുക, ഡൊമിനിക്കേ, ഈ ലോകത്തിനെ നവീകരിക്കാൻ, ഈ ലോകത്തിലെ തിന്മകളെ ശാസിച്ച് ബഹിഷ്കരിച്ച് ബന്ധിക്കാൻ നിനക്ക് ഏറ്റവും പ്രീതികരമായ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് അറിയാമോ? ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയെക്കുറിച്ച് നിനക്കറിയാമോ? അപ്പൊ ഡൊമിനിക്ക് പറഞ്ഞു, മാതാവേ, ഈശോ കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ രക്ഷകയാണല്ലോ അവിടുന്ന്. ഈശോ കഴിഞ്ഞാൽ സഭയിലുള്ള ഏറ്റവും വലിയ സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്കാണല്ലോ. അമ്മയോട് പറയാം, അമ്മയ്ക്ക് അറിയാമല്ലോ. ഉടനെ സ്വർഗം തുറന്ന് ജപമാല കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ മാലാഖമാരുടെ കീർത്തനം നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. ഇത് ത്രിത്വൈക ദൈവത്തിന് പ്രീതികരമായ പ്രാർത്ഥനയാണ്. ഇത് ചൊല്ലുമ്പോൾ ഏത് കഠിന ഹൃദയനും, ഏത് വ്യഭിചാരിയും, ഏത് മാനസിക രോഗവും, ഏത് അന്ധകാര ശക്തികളും ഈ ലോകത്ത് നിന്ന് വിട്ടുപോകും. വലതുകര ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കരങ്ങൾ താഴ്ത്തിക്കോ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്ന് രാത്രിയിൽ നാം ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ഇതാ കത്തോലിക്ക സഭ തരുന്ന, കത്തോലിക്ക സഭയുടെ കൈവശമുള്ള ആ വലിയ നിധിയാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? നമ്മളെ ബാധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ വിട്ടുപോകാൻ, തടസ്സങ്ങൾ വിട്ടുപോകാൻ, ആഗ്രഹിക്കുന്ന സന്തോഷം കിട്ടാൻ, ആഗ്രഹിക്കുന്ന സമാധാനം കിട്ടാൻ. അപ്പോൾ ജപമാലയിലൂടെ ക്രിസ്തു കേന്ദ്രീകൃതമായി, കാരണം ജപമാല ചൊല്ലുമ്പോൾ ക്രിസ്തു ആ വിശ്വാസിയിൽ വളരുക, ആ കുടുംബത്തിൽ ക്രിസ്തു ശക്തിപ്പെടുക. ക്രിസ്തു നമ്മുടെ കുടുംബത്തിലുള്ളപ്പോൾ ആ വീട്ടിൽ ഏത് പിശാച കടന്നു വരിക, ഏത് തടസ്സങ്ങളെ കടന്നു വരിക, ഏത് ബന്ധനങ്ങളെ കടന്നു വരിക. അപ്പോൾ ജപമാലയെക്കുറിച്ച് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് അത് ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ജപമാല ചൊല്ലുന്നവർക്കാണ് അതിൻ്റെ ശക്തി തിരിച്ചറിയാൻ സാധിക്കുന്നത്. കാരണം അവനിൽ ക്രിസ്തു വളരുന്നു, അവനിൽ ക്രിസ്തു ശക്തി പ്രാപിക്കുന്നു. യേശു ക്രിസ്തു ശക്തി പ്രാപിക്കുമ്പോൾ തിന്മയുടെ ശക്തികൾ വിട്ടുപോകും, ബന്ധനങ്ങൾ വിട്ടുപോകും, അസ്വസ്ഥതകൾ വിട്ടുപോകും, പാപത്തിൻ്റെ കെട്ടുകൾ വിട്ടുപോകും, ശാപത്തിൻ്റെ കെട്ടുകൾ വിട്ടുപോകും, കൂടോത്രത്തിൻ്റെ കെട്ടുകൾ വിട്ടുപോകും, മന്ത്രവാദത്തിൻ്റെ വിട്ടുപോകും, ആഭിചാരത്തിൻ്റെ വിട്ടു. നമ്മളെ എന്താണ് കൂച്ചുവിലം ഇട്ടിരിക്കുന്നത്? തഴക്കദോഷങ്ങൾ വിട്ടുപോകും, ജഡികാസക്തികൾ വിട്ടുപോകും, മദ്യത്തിൻ്റെ കെട്ടുകൾ വിട്ടുപോകും, ബന്ധനങ്ങൾ വിട്ടുപോകും. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മൂന്നാമത്തെ മന്ത്രം കത്തോലിക്ക സഭയുടെ അടുത്തുള്ളത് വേറൊന്നും അല്ല പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വചനം, വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം. വേർഡ് ഓഫ് ഗോഡ് ഈസ് ജീസസ്. ദൈവവചനം, വചനം മാംസം ധരിച്ചതാണ് ക്രിസ്തു. എവിടെയെല്ലാം ഏതെല്ലാം ഭവനങ്ങളിൽ ദൈവവചനം ഉറക്കെ വായിക്കപ്പെടുന്നുവോ അവിടെ നിന്ന് സാത്താൻ ഇടിമിന്നൽ പോലെ ആ ഭവനത്തിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ വചനാഭിഷേകത്താൽ ഒരു ക്രിസ്ത്യാനി നിറയപ്പെടുമ്പോൾ, വചനം കൊണ്ട് നിറയുമ്പോൾ, നമ്മുടെ നാവില് ദൈവവചനം തേൻ പോലെ മധുരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അസ്വസ്ഥതകൾ, കയ്പുകൾ അവ നമ്മളിൽ നിന്ന് വിട്ടുപോകും. പറഞ്ഞേ ഹല്ലേലൂയ. ആനന്ദത്തിൻ്റെ സാക്ഷികൾ എന്ന അപ്പോസ്തലിക പ്രബോധനം പ്രത്യേകിച്ച് സന്യാസ വർഷത്തിൽ ഫ്രാൻസിസ് പാപ്പ കൊടുത്തതാ. ആ ആനന്ദത്തിൻ്റെ സാക്ഷികളിൽ പോപ്പ് ഫ്രാൻസിസ് ഇങ്ങനെ പഠിപ്പിക്കുക, നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള നമ്മുടെ റെഫറൻസ് ഗ്രന്ഥമാണ് ദൈവവചനം, ബൈബിൾ. എന്താണ് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിലെ റെഫറൻസ്, ഒരു സാധാരണക്കാരുടെ റെഫറൻസ് ഗ്രന്ഥം. ഒരു സങ്കടം ഉണ്ടാകുമ്പോൾ, ഒരു വേദന ഉണ്ടാകുമ്പോൾ ഞാൻ ആരുടെ അടുത്തേക്ക് പോകും? മന്ത്രങ്ങളും തന്ത്രങ്ങളും കൂടോത്രങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഒരുപാട് പേരുണ്ടാകും. എന്നാൽ
നമ്മുടെ റെഫറൻസ് ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുക. അതുകൊണ്ട് പാപ്പ പഠിപ്പിക്കുക, സുവിശേഷം വായിച്ചതുകൊണ്ട് മാത്രമല്ല, ശ്രദ്ധിച്ചു കേട്ടോ, സുവിശേഷം വായിച്ചതുകൊണ്ട് മാത്രമല്ല, സുവിശേഷം ധ്യാനിച്ചതുകൊണ്ട് മാത്രമല്ല, സുവിശേഷം പ്രയോഗവൽക്കരിക്കണം. മനസ്സിലായോ? സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ 3 മന്ത്രങ്ങൾ, പരിശുദ്ധ കുർബാന, ദൈവവചനം, പരിശുദ്ധ ജപമാല, ഇത് നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ലൂക്ക 1:49 പറയുന്നത് പോലെ, ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എൻ്റെ കുടുംബത്തിന്, എൻ്റെ ദേശത്തിന്, എൻ്റെ മക്കൾക്ക്, വിദൂരങ്ങളിലുള്ളവർക്ക്, രോഗിയായിട്ട് കിടക്കയിൽ കിടക്കുന്നവർക്ക്, തളർവാദ രോഗിക്ക്, അപസ്മാര രോഗിക്ക്, ശ്വാസം മുട്ടലുള്ളവർക്ക്, തളർച്ചയുള്ളവർക്ക്, ഇതാ ശക്തനായ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനവധി പേർക്ക് കർത്താവ് രോഗശാന്തി കൊടുക്കുക. വയറ്റിലെ മുഴകൾ, ഇന്നലെ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ ഒരു സഹോദരൻ സാക്ഷ്യം എഴുതിയിട്ടതാ, 30 വർഷം പഴക്കമുള്ള മുഴ, കാലിലുണ്ടായിരുന്ന മുഴയാണ് ചുരുങ്ങിപ്പോയത്. നോക്കിക്കേ, ഈശോയുടെ അത്ഭുതകരമായ ശക്തി, ഈശോയുടെ അത്ഭുത ശക്തി. ഒരിക്കൽ എൻ്റെ പള്ളിയിൽ ഒരു സഹോദരി പറഞ്ഞു, എൻ്റെ അമ്മ ബോധം കെട്ട് കിടക്കുക, കോഴിക്കോട് ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിൽ ബോധം കെട്ട് കിടക്കുക. ഈ സമയത്ത് ആ മോള് പറഞ്ഞു, ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമോ? അപ്പോൾ പറഞ്ഞു, മോളെ അച്ഛന് വരാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇപ്പോഴ്. അപ്പോൾ ഉടനെ ഈ ഒരു +2 സ്റ്റുഡൻറ്റാ കയ്യിലിരുന്ന ബാഗ് തുറന്ന് ജപമാല എടുത്തിട്ട് പറയും, അച്ഛാ ഇതൊന്ന് വെഞ്ചരിച്ച് നൽകാമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പെൺകുട്ടിയുടെ കണ്ണുനീര് കണ്ടപ്പോൾ സാധാരണ അച്ഛന്മാരൊക്കെ ജപമാല വെഞ്ചരിക്കാറുണ്ട്. ഈശോയുടെ നാമത്താൽ ഈ ജപമാല ആശീർവദിക്കപ്പെടട്ടെ. പക്ഷെ അന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചത്, കർത്താവായ യേശുവിൻ്റെ നാമത്താൽ ഈ ജപമാല, ഇത് രോഗശാന്തിയുടെ അടയാളമാകട്ടെ, ഇത് വിടുതലിൻ്റെ അടയാളമാകട്ടെ, ഇത് ഡെലിവറൻസിൻ്റെ അടയാളമാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പെൺകുട്ടിയും പിറ്റേ ആഴ്ചയിൽ അവളുടെ അമ്മയും, ബോധം കെട്ട് കിടന്ന അമ്മയും അവളുടെ ഭർത്താവൊക്കെ വന്ന് പള്ളിയിൽ വന്ന് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുക, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ നാമത്തിൽ ഒരു സാധാരണ ജപമാല ആശീർവദിക്കപ്പെട്ടപ്പോൾ, ആ ഒരു സാധാരണ ജപമാലയിലൂടെ പോലും കർത്താവ് ഈശോ എനിക്ക് സൗഖ്യം നൽകി എന്ന് പറഞ്ഞ് അവൾ സാക്ഷ്യപ്പെടുത്തി. ഇതിങ്ങനെ സാക്ഷ്യം പറയുന്ന സമയത്ത് വേറൊരമ്മ പൊട്ടിക്കരയുക. അമ്മ പൊട്ടിക്കരഞ്ഞ ഇതാണ്, ആ മിംസ് ആശുപത്രിയിൽ അവർ പുൽപ്പള്ളിക്കാരാ, ജസ്മി എന്ന അവളുടെ പേര്. ഈ ജസ്മി 11 ദിവസമായിട്ട് അബോധാവസ്ഥയിലാണ്. ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഈ അമ്മ പറഞ്ഞു, എൻ്റെ ഈശോയേ. ഉണ്ടോ? ഈശോ എന്ന വാക്ക് തന്നെ യഹോവ രക്ഷിക്കും, വിടുതൽ, രക്ഷ, സോട്സ്, അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളാണ് അതിനുള്ളത്. അപ്പൊ ഈ അമ്മ പറഞ്ഞു, എൻ്റെ ഈശോയേ. ആ ജപമാല കൊണ്ടുവരിക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈശോയെ. നോക്കിക്കോ, ഒരു സാധാരണക്കാരനായ ഒരു വൈദികൻ തൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ തലയിൽ കവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ വിശുദ്ധ വസ്തുക്കൾ വെഞ്ചരിച്ച് നൽകപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത്ഭുതം പ്രവർത്തിക്കാം. കാരണം കർത്താവിൻ്റെ നാമത്തിലാണ് അത് നടക്കുന്നത്. ഈ സഹോദരി, ഈ അമ്മയും ഈ ജപമാലയോട്ട് ഓടുക. പുൽപ്പള്ളിക്കാരത്തി ജസ്മി, ഈ അമ്മ ആ ജപമാല ആ മകളുടെ മേൽ ഇട്ടപ്പോൾ തന്നെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 11 ദിവസം അബോധാവസ്ഥയിൽ കിടന്ന ആ മോള് കണ്ണുകൾ തുറന്ന്, എൻ്റെ അമ്മേ ഞാൻ എവിടെയാണെന്ന് പറഞ്ഞെങ്കിൽ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നമ്മളെ ബാധിച്ചിരിക്കുന്ന സകല തിന്മകളെയും, എല്ലാ അന്ധകാര ശക്തികളെയും, പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, ബാധയുടെ, തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളെയും എടുത്തു മാറ്റാൻ കഴിയുന്നവനാണ് ഈശോ. കാരണം കർത്താവായ ഈശോ നമുക്ക് വേണ്ടിയാണ് ജനിച്ചത്, കർത്താവായ ഈശോ നമുക്ക് വേണ്ടിയാണ് മരിച്ചത്, കർത്താവായ ഈശോ നമുക്ക് വേണ്ടിയാണ് ഉയർത്തെഴുന്നേറ്റത്. പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇരുന്നു കൊണ്ട് തന്നെ ഈ വചനാഭിഷേകത്താൽ
കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലുള്ള സകല കെട്ടുകൾ ഇപ്പോൾ അഴിയാൻ ഒന്ന് നല്ല അഭിഷേകത്തോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല അഭിഷേകത്തോടെ സ്തുതിച്ച് നന്നായിട്ട് സ്തുതിച്ചോ മക്കളെ. ഈ ദൈവവചനത്താൽ ഭവനങ്ങളിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേലുള്ള സകല കെട്ടുകൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് മൈ priesthood, I rebuke, I command every spirit of evil to depart from you. ലിയോ 13 പാപ്പ ഇങ്ങനെ പ്രാർത്ഥിച്ചു. Caccia via le forze del male, annientale, distruggere, perché questo popolo possono stare bene e operare bene. Power! ഈശോയുടെ നാമത്താൽ അത്ഭുതം നടക്കട്ടെ. ആമേൻ.